ആത്മാവിലായിരം മുറിവുണക്കിയിടും ആത്മീയ നിമിഷമീ ആരാധന. ആത്മശരീര വിശുദ്ധി നൽകിയിടും അനുഗ്രഹ നിമിഷമീ ആരാധന. ആരാധന 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 ആരാധന. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന 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 കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ദിവ്യകാരുണ്യീശോയെ നോക്കി, എന്റെ യേശുവേ, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പ്രിയപ്പെട്ടവരും നിന്റെ കരത്തിന് കീഴെ ചേർന്ന് നിൽക്കുകയും, കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ, ഞങ്ങളുടെ ജീവിത രീതികളുടെ മേൽ കർത്താവേ, എൻ്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണം. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ പാപികളാണ് കർത്താവേ, സങ്കടങ്ങളുടെ മനുഷ്യരാണ് ഞങ്ങൾ. ജീവിതത്തിന്റെ വ്യാധികളും ആകുലതകളുമായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അണഞ്ഞിരിക്കുകയാണ്. ഈ രാത്രിയുടെ മണിക്കൂറിൽ ദൈവമേ, നിന്നെ ആരാധിക്കുന്ന നിന്റെ മക്കളുടെ മേൽ നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടി ശക്തിപ്പെടുത്തണമേ. രണ്ട് കരങ്ങളും ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് ഉയർത്തിയ കരങ്ങൾ വഴി നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ കൂടപ്പിറപ്പിന് വേണ്ടി ഒരു നിമിഷം നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം നീ എനിക്ക് തന്ന ദാനമാ. സ്നേഹിക്കാൻ, ചേർത്ത് പിടിക്കാൻ, കരുതാൻ എനിക്ക് തന്നവർ ദൈവമേ, അവരെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. രണ്ട് കരങ്ങളും ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് അവർക്ക് വേണ്ടി യേശുവിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, യേശുവേ, ഞങ്ങൾ ഈ സമൂഹത്തില് അങ്ങയുടെ കൃപയും അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ജാഗരണ പ്രാർത്ഥനയുടെ ഭാഗമായി ഈ ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും കർത്താവെ ആശീർവദിക്കണമേ. എല്ലാ തിന്മയുടെ കെട്ടുകളെയും കർത്താവെ കാൽവരിയിലെ കുരിശിനോട് ചേർത്ത് ബന്ധിച്ച് അങ്ങയുടെ തിരുരക്തം കൊണ്ട് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുക. ദൈവമേ, അങ്ങയുടെ കൃപ അഭിഷേകം നിറയട്ടെ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ അങ്ങയുടെ സ്നേഹം നിറയട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ വളരുന്ന എന്തെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങളുണ്ടെങ്കിൽ ദിവ്യകാരുണ്യത്തിന്റെ അനന്തമായ ശക്തിയാൽ ആ തിന്മയുടെ കെട്ടുകളെല്ലാം അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കുടുംബവും, നമ്മുടെ മക്കളും, നമ്മുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, യേശുവേ, കരങ്ങൾ കൂപ്പി നിന്റെ രൂപവും ഭാവവും എന്നിലായിടട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ.
പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. കരങ്ങൾ ഉയർത്തി ആരാധന പാടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിന്റെ കൃപയും അഭിഷേകവും നമ്മിൽ നിറയട്ടെ. അവിടുത്തെ സ്നേഹം നമ്മളെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ശരീരവും മനസ്സും ആത്മാവും ദിവ്യകാരുണ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും കുടുംബങ്ങളോ സങ്കടപ്പെട്ട് നടക്കണമെങ്കിൽ, അസ്വസ്ഥതയുടെ മക്കളിലൂടെ കഴിയുന്നുണ്ടെങ്കിൽ അവരിലേക്കെല്ലാം പരിശുദ്ധ കുർബാനയുടെ വലിയ കൃപയും അഭിഷേകവും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം ഈ സമൂഹത്തെ മുഴുവനായിട്ട് അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ തിരുപ്പുറവയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോ ഈ ക്രിസ്മസ് കാലയളവ് നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരട്ടെ. ഉണ്ണീശോ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കട്ടെ. ആത്മീയതയുടെ വിഷയങ്ങളുടെ മേൽ അവിടുന്ന് അധികാരം ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളും ഉണ്ടെങ്കിൽ ദിവ്യകാലത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. നിങ്ങളുടെ തലമുറ രക്ഷപ്പെടട്ടെ. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവിക കൃപയിൽ ജ്വലിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളായി തീരാൻ അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങി ഞങ്ങളെ സ്വർഗത്തോളം വളർത്തുവാൻ വേണ്ടി ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം കുരിശിലേറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് മരണത്തെ ജയിച്ചടക്കി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വീണ്ടും വരുവാനിരിക്കുന്നവനുമായ കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന് മുമ്പിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ വചനഭാഗം ഉള്ളിൽ നിന്ന് കേൾക്കണം കേട്ടോ. 37-ാമത്തെ സങ്കീർത്തനമാണ്. 37-ാമത്തെ സങ്കീർത്തനം 23, 24, 25 തിരുവചനങ്ങൾ. എല്ലാവരും വചനം ഒന്ന് കേട്ടോ. സങ്കീർത്തനം 37, 23, 24, 25 വചനങ്ങൾ. മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. നമ്മുടെ കാൽപാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങിയ രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതം സുസ്ഥിരമാകുമെന്ന്. എന്നിട്ട് ഇനി പറയുന്നത് കേൾക്കണം കേട്ടോ. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കർത്താവിനിണങ്ങിയ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ വീണു പോയേക്കാം. നമ്മൾ വാശി പിടിക്കണം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇത്രയും പള്ളിയിൽ പോയിട്ട് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ വന്നല്ലോ, എനിക്കിങ്ങനെ വന്നല്ലോ, എൻ്റെ മക്കൾക്ക് ഇങ്ങനെ വന്നല്ലോ. അപ്പം നമ്മൾ ഡിമാൻഡ് വെക്കുക, നമ്മൾ നന്നായിട്ട് ജീവിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഒരു വിഷമവും വേദനയും ഒന്നും വരാൻ പാടില്ല. ഇതാ നമ്മുടെ ഡിമാൻഡ്. പക്ഷേ വചനം പറയുകയാണ്, നമ്മൾ കർത്താവിന് ചേർന്ന് നിന്നാലും നമ്മൾ വീണു പോയേക്കാം. എന്നിട്ട് പറയുക, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവൻ, അവനോ അവൻ്റെ കുടുംബമോ മക്കളോ വീണു പോയാലും അത് മാരകമായിരിക്കുകയില്ല. കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മാരകമാകാത്ത? കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്ത വചനം സങ്കീർത്തകൻ പറയുന്ന വചനമാണ്. സങ്കീർത്തകൻ പറയുക, ഞാൻ ചെറുപ്പമായിരുന്നു, പണ്ട് ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി. വാർദ്ധക്യത്തിലെത്തി നിൽക്കുമ്പോൾ സങ്കീർത്തകൻ പറയുക, പണ്ട് ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി. നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. ഈ വചനം മനസ്സിൽ ഉറപ്പിക്കണേ. നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. ഇത് വിശ്വസിച്ചേ പ്രിയമുള്ളവരെ, ഈ രാത്രിയുടെ മണിക്കൂറിൽ നമ്മുടെ ക്ഷീണം മാറ്റിവെച്ചിട്ട്, വിശ്രമം മാറ്റിവെച്ചിട്ട് ദിവ്യകാരണത്തിന് വലിയ മുട്ടുകുത്തി നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ, ഇത് കർത്താവ് കാണുക.
എന്നിട്ട് കേൾക്ക്, വചനം പറയുക, നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവന്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ലെന്ന് സങ്കീർത്തകൻ പറയുകയാണെങ്കിൽ വിശ്വസിച്ചേ, ഞാനും എൻ്റെ കുടുംബവും നശിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. എൻ്റെ മക്കൾ, എൻ്റെ തലമുറ നശിക്കാൻ ദൈവം അനുവദിക്കില്ല. രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊള്ളൂ. ദൈവത്തോട് ചേർന്നിരിക്കണം, കുടുംബത്തോട് ചേർന്നിരിക്കണം. ഈ രണ്ടിനും സമയം കണ്ടെത്തിക്കൊള്ളാം കേട്ടോ. ദൈവത്തോട് ചേർന്നിരിക്കണം, കുടുംബത്തോട് ചേർന്നിരിക്കണം. മനസ്സിൽ പതിഞ്ഞ രണ്ട് കാര്യങ്ങൾ, ദൈവത്തോട് ചേർന്നിരിക്കണം, കുടുംബത്തോട് ചേർന്നിരിക്കണം. നശിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? ഈ ഗാനത്തോടൊപ്പം ചേർന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്ന സമയമാണിത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം ഇതാട്ടോ, ദൈവത്തോട് ചേർന്നിരിക്കണം, കുടുംബത്തോട് ചേർന്നിരിക്കണം. നമ്മളോ നമ്മുടെ കുടുംബമോ തലമുറയോ നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ദീർഘനാളത്തെ ജീവിതത്തിൻ്റെ പരിചയം കൊണ്ട് സങ്കീർത്തകൻ എഴുതി വെക്കുക, പണ്ട് ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി. നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല. വിശ്വസിക്കണം കേട്ടോ, വിശ്വസിക്ക്. നീയും നിന്റെ പ്രിയപ്പെട്ടവരും ദൈവത്തോട് ചേർന്നിരുന്നാൽ, കുടുംബത്തിൽ നിങ്ങൾ പരസ്പരം ചേർന്നിരുന്നാൽ നശിക്കാൻ ദൈവം ഇടവരുത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, സെക്യൂരിറ്റി കർത്താവാ, സംരക്ഷിക്കുന്നവൻ കർത്താവാ, നശിപ്പിക്കുന്നവൻ തിന്മയാ, സാത്താനാ. നമ്മുടെ മുന്തിരിത്തോപ്പ് നശിപ്പിക്കാൻ ഒരു ചെറു കുറുക്കന്മാരെ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. ഗാനത്തോടൊപ്പം ചേർന്ന് നമ്മളെ സംരക്ഷിക്കുന്ന കർത്താവിന്, നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിന്, നമ്മളെ വഴി നടത്തുന്ന ദിവ്യകാരുണ്യത്തിന് നമ്മൾ നന്ദി പറയുക. കർത്താവെ, വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് തരണേ. എന്ത് വിശ്വസിക്കാൻ? ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കും. എൻ്റെ കുടുംബം, എൻ്റെ തലമുറ നശിക്കാൻ നീ സമ്മതിക്കുകയില്ല. ഇത് വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് തരണേ. ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗാനത്തോടൊപ്പം ചേർന്ന് കൈകളടിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുക. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ ശ്രമിച്ച വചനത്തിന്റെ അഭിഷേകം ഞങ്ങളിൽ സംഭവിക്കട്ടെ. ഈ ജനസമൂഹത്തിന് ദൈവമേ, അങ്ങയുടെ ശക്തിയിൽ വിശ്വസിക്കാനുള്ള കൃപ തരണമേ. ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് അങ്ങയോട് ചേർന്ന് നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. രണ്ട് കരങ്ങൾ ഈശോയുടെ നേരെ ഉയർത്തിപ്പിടിക്കാമോ? എന്നിട്ട് നമ്മുടെ ഇടവക സമൂഹത്തെ മുഴുവൻ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിച്ചിട്ട് ഒന്ന് ചേർന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, ആലയത്തിലുള്ളവർ, ഇവിടെ എത്താൻ പറ്റാത്തവർ, ഞങ്ങളുടെ ഇടവക സമൂഹം, എല്ലാ കുടുംബങ്ങളെയും മറ്റു മതസ്ഥരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ രാത്രിയുടെ യാമത്തിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുമ്പോൾ ദിവ്യകാരുണ്യ ശക്തി ഞങ്ങളെ എല്ലാവരും നിറയട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ നാട്
അനുഗ്രഹിക്കപ്പെടട്ടെ. ഇടവക സമൂഹം അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ മക്കള് തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, പ്രത്യേകിച്ച് ഈ ജീസസ് യൂത്ത് കൂട്ടായ്മയെ സമർപ്പിക്കുക. ഈ രാത്രി ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കുന്ന മക്കളെ, ഇവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മയെ, ഇവരുടെ ഭാവി ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതാന്തസ് തെരഞ്ഞെടുക്കാനുള്ള കൃപ അഭിഷേകം ഈ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈകളടിച്ച് സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും അനന്യനെ. സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും അനന്യനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരിലും ഉന്നതനെ, ആരിലും ഉന്നതനെ. ഈ സമൂഹത്തിന്റെ മേല് സ്വർഗത്തിൽ നിന്ന് വലിയൊരു കൃപയാഭിഷേകം നിറയാൻ വേണ്ടിയിട്ട് സമയത്ത് പ്രാർത്ഥിക്കുക. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചോട്ടോ. കണ്ണുകൾ അടച്ചൊരു നിമിഷം കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, നിങ്ങളുടെ ചുറ്റുപാടെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഓരോരുത്തരും കടന്നു വരുന്നത് വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്നാണല്ലോ. ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ നിങ്ങളുടെ മേൽ ഭരണം നടത്തുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ആകുലതകൾ നിങ്ങളെ വല്ലാതെ പിടിച്ച് ഉലയ്ക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു വലിയ സങ്കടം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നിയോഗം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. അത് ജീവിതത്തെക്കുറിച്ചാകട്ടെ, ദാമ്പത്യത്തെക്കുറിച്ചാകട്ടെ, മക്കളെക്കുറിച്ചാകട്ടെ, ആരോഗ്യമാകട്ടെ, കുടുംബത്തിന്റെ ആത്മീയ അവസ്ഥയാകട്ടെ, എന്തെങ്കിലും ഒരു കുറവോ ഒരു ബലഹീനതയോ ദുശീലോ തലക്കദോഷ ആസക്തി എന്തുമാകട്ടെ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിറയുന്ന പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക. കർത്താവേ, ഈ സഹോദരി സഹോദരന്മാരുടെ ഹൃദയത്തിൽ നിറയുന്ന പ്രാർത്ഥന എന്തോ ആ പ്രാർത്ഥനയുടെ മേൽ സ്വർഗത്തിൽ നിന്നൊരു ഉത്തരം കൊടുക്കണേ. ഈ രാത്രിയിലെ ജാഗരണത്തിൽ ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ഇവരുടെ മേൽ സ്വർഗത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം വന്ന് നിറയട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദിവ്യഗാനത്തിന് മുമ്പിലായിരിക്കുന്ന ഇവർ ഓരോരുത്തരും ദിവ്യഗാനത്തിൻ്റെ ശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രിയമുള്ളവർ, ഈ സമയത്ത് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. നമുക്ക് കരങ്ങൾ കൂപ്പാം. കണ്ണു തുറന്ന് ദിവ്യകാരുണ്യ ഈശോയെ നോക്കാം. നമ്മൾ കുറച്ച് മണിക്കൂറുകളായല്ലോ ദേവാലയ സന്നിധിയിൽ, ദൈവസന്നിധിയിലായിരിക്കാൻ തുടങ്ങിയിട്ട്. വിശ്വസിക്കണം കേട്ടോ, ഈ സമയമൊന്നും പാഴായിപ്പെട്ടില്ല. നിങ്ങൾ ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്ന ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ആ ഇരിക്കുന്ന ഓരോ സെക്കൻഡും കാണുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്ക്. ഈ ബോധ്യം ഉണ്ടെങ്കിൽ മുന്നോട്ടുള്ള വഴികളിലെല്ലാം ചേർന്ന് നിന്നോളണം കേട്ടോ. അഭിമന്യ പിതാവ് പറഞ്ഞിട്ട് പോയല്ലോ, നമുക്ക് ഇവിടെ അല്ലാണ്ട് വേറെ എവിടെയാ ഭാരം ഇറക്കി വെക്കാൻ. സമയം കണ്ടെത്തിക്കൊള്ളണം. ഇനി ഇങ്ങോട്ട് എത്താൻ പറ്റാത്തവരുണ്ടെങ്കിൽ, ഒരുപക്ഷെ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ജോലി തിരക്കുള്ളവർക്ക് ചിലപ്പോൾ എത്താൻ പറ്റില്ല എല്ലാ ദിവസവും. ഞാൻ സൂചിപ്പിച്ചല്ലോ, വീട്ടിലിരുന്നോളണം 10 മിനിറ്റ്, ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും. ഒരു നഷ്ടമായിട്ട് കരുതരുത് കേട്ടോ. നിങ്ങളെ ഈശോയൊന്ന് കാണാൻ പാകത്തിന് ഈശോ അടുത്ത് പോയി ഇരിക്കണം. പറയുള്ളവരെ ഇരുന്നിട്ട് മനസ്സ് തുറന്ന് ഈശോയോട് സംസാരിക്കണം. ഒരു വ്യക്തിപരമായ ബന്ധം ഞാൻ ഉറപ്പിച്ച് പറയാം, എല്ലാ ദിവസവും ഒരു 10-15 മിനിറ്റ് ശാന്തമായിട്ട് ഈശോയുടെ അടുത്ത് പോയി വർത്തമാനം പറയാൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളാരും നശിച്ചെന്ന് കേൾക്കാൻ ഇടവരില്ല. നിങ്ങളുടെ തലമുറ നശിച്ചെന്ന് കേൾക്കാൻ ഇടവരില്ല. പ്രശ്നങ്ങൾ തീരുന്നോ, രോഗങ്ങൾ മാറുന്നോ, സാമ്പത്തിക ഉയർച്ച ഉണ്ടോ ഒന്നും ഞാൻ പഠിപ്പിക്കണില്ല. പക്ഷെ ഒരു കാര്യം 100% ഉറപ്പ് തരാം, ഈശോയുടെ അടുത്ത് പോയിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥത ഉണ്ടാകും. പറയുള്ളവരെ ഉറപ്പിച്ചോ, സമാധാനം ഉണ്ടാകും. നമ്മൾ വിചാരിക്കണത് സാമ്പത്തിക പ്രശ്നം തീരട്ടെ സമാധാനം കിട്ടും, ഇല്ലെന്നേ. രോഗം മാറട്ടെ സമാധാനം കിട്ടും, ഇല്ലെന്നേ. ജീവിത പങ്കാളി നേരെയാകട്ടെ സമാധാനം കിട്ടും, ഇല്ലെന്നേ. മക്കള് നേരെയാകട്ടെ സമാധാനം കിട്ടും, ഇല്ലെന്നേ. അമ്മായിപ്പനും അമ്മായിമ്മയെ നേരെയാകട്ടെ അല്ല സമാധാനം കിട്ടും, ഇല്ലെന്നേ. ഇവരൊന്നും നേരെയാ സമാധാനം കിട്ടാൻ പോകില്ല. കാരണം എന്താ പറയുമ്പോൾ സമാധാനം പരിശുദ്ധാത്മാവിന്റെ ഫലമാ. ഗലാത്യ 5:22 മുതൽ പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സമാധാനം. നമ്മളിരുന്നാലേ കിട്ടുള്ളൂ. നമ്മളിരുന്നാൽ കിട്ടുന്ന സാധനമാണ് സമാധാനം. വേറെ ആരെയും നേരെയാക്കണ്ട. അവരൊക്കെ ഈശോ ഇഷ്ടപ്പെടുക. നമ്മൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞവരൊക്കെ ഈശോ ഇഷ്ടപ്പെടുവന്നേ. പിന്നെ നമ്മൾ എന്തിനാ പിണക്കം വെക്കണത്? അവരെ ഒന്നും മാറ്റണ്ട. നിങ്ങൾ ഇരുന്നാൽ മതി.
നിങ്ങളിൽ ഈശോ സമാധാനം നിറച്ചേരും. നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈ സമയത്ത് പരിശുദ്ധ കുർബാനയുമായിട്ട് നിങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ ദിവ്യകാരുണ്യ കടന്നു വരുന്ന വഴിയിലേക്ക് നോക്കി നിൽക്കാം. ഓർക്കണം കേട്ടോ, പണ്ട് ഗലീലി തടാകത്തിൻ്റെ തീരത്തുകൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും ദൈവരാജ്യ പ്രഘോഷണമായിട്ട് നടന്ന യേശു, അതേ യേശു തന്നെയാട്ടോ പരിശുദ്ധ കുർബാനയായി അവൻ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരിക. ലോകത്തിൽ എവിടെയൊക്കെ പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം നടത്തപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ആ വഴികളിലുള്ളവരെല്ലാം ദൈവം അനുഗ്രഹിച്ചാൽ കടന്നു പോയേക്കണേ. അതുകൊണ്ട് വിശ്വസിക്കണം കേട്ടോ. നിങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുക, ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിലേക്കൊന്ന് വരണേ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്കൊന്ന് വരണേ, ഞങ്ങളുടെ മക്കളിലേക്കൊന്ന് വരണേ, ഞങ്ങളുടെ സഹോദര ബന്ധങ്ങളിലേക്കൊന്ന് വരണേ കർത്താവേ. ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് ബലഹീനതയുണ്ട്, നിനക്കറിയാലോ. ഈശോയെ ഒന്ന് വരണേ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിലവിലും കനവിലുമാ നിറയുന്നോരെൻ ദൈവമേ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിൻ നാഥമാക്കിടൂ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അലിവോടെ എന്നെ നോക്കണമേ. ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും. ദിവ്യകാരുണ്യത്തോടടുത്ത് കർത്താവ് കടന്നുപോയ വഴികളിൽ കുഷ്ഠരോഗി വിളിച്ചപേക്ഷിച്ചു, കർത്താവേ ദാവീദിന്റെ പുത്രനിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ ആ പ്രിയപ്പെട്ടവന്റെ സ്വരം കേട്ട് അടുത്ത് വന്ന് അവന് സൗഖ്യം നൽകി. ഈശോയെ, നീ കടന്നു പോകുന്ന വഴികളിൽ ഞങ്ങളുടെ ഹൃദയം തുറന്ന് ഞങ്ങൾ വിളിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ, ഞങ്ങളെ തൊടയണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. നാളുകളായിട്ട് ഞങ്ങളെ ശല്യപ്പെടുത്തുന്ന എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയെ എന്ന് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ വരണേ, ഈശോയെ വരണേ, ഈശോയെ വരണേ, എൻ ഭവ
ഭവനത്തിൽ വരണേ ഈശോയെ വരണേ ഈശോയെ വരണേ ഈശോയെ വരണേ എൻ ഭവനത്തിൽ വരണേ ഈശോയെ വരണേ ഈശോയെ വരണേ ഈശോയെ വരണേ എന്നിൽ നീ വരണേ ഈശോയെ വരണേ ഈശോയെ വരണേ ഈശോയെ വരണേ സൗഖ്യം നൽകണമേ ഈശോയെ വരണേ ഈശോയെ വരണേ ഈശോയെ വരണേ എൻ ഭവനത്തിൽ വരണേ ഈശോയെ വരണേ ഈശോയെ വരണേ ഈശോയെ വരണേ എൻ ഭവനത്തിൽ വരണേ ഈശോയെ വരണമേ ഈശോയെ വരണേ ഈശോയെ വരണമേ ഈശോയെ വരണേ ഈശോയെ വരണേ ഭവനത്തിൽ വരണേ സൗഖ്യം നൽകണമേ ഈശോയെ വരണേ ഈശോയെ വരണേ ഈശോയെ വരണേ സൗഖ്യം നൽകണമേ ഈശോയെ വരണേ ഈശോയെ വരണേ ഈശോയെ വരണേ സൗഖ്യം നൽകണമേ. ഇരുകരങ്ങളും ഉയർത്തി ഉറക്കെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഉറക്കെ വിളിച്ച് യേശു പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ കുടുംബങ്ങളെ ഇറങ്ങി വന്ന് സൗഖ്യപ്പെടുത്തണമേ, ആശ്വാസം നൽകണമേ. നാളുകളായി ശല്യപ്പെടുത്തുന്ന എല്ലാ രോഗപീഠകളിൽ നിന്നും വ്യക്തികളിലുള്ള വിദ്വേഷ വെറുപ്പുകളിൽ നിന്നും ഈശോയെ സൗഖ്യങ്ങളെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ആരാധന. സ്നേഹമാ സൗഖ്യമാ എന്നിൽ വന്നു നിറയണമേ. സ്നേഹമാ സൗഖ്യമാ എന്നിൽ വന്നു നിറയണമേ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും ഞാൻ സർവശക്തിയോടെ എന്നേശുവേ എൻ രക്ഷകാ. യേശുവേ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 ശരണി ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള മണിക്കൂർ നിങ്ങൾ ഈ ജാഗരണമായിട്ട് ഇന്ന് രാത്രി മുഴുവൻ ഈ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ, ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ തലമുറയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ ശുശ്രൂഷയിൽ ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ആയിരുന്നു. എന്നെയും നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥനയിൽ ഒഴിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രത്യേകിച്ച് ജീസസ് യൂത്തിലെ സഹോദരങ്ങൾ, അവർ ഒരു നിമിഷം ഈശോയുടെ കരങ്ങളിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഈ ശുശ്രൂഷ ഒരുക്കുന്ന ഈ മക്കൾ, അവർ യേശുവിൻ്റെ വഴി തിരഞ്ഞെടുത്തവരാ. തങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു സമയം അവർ ഈശോയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. ജീസസ് യൂത്തിലെ ലോകമെമ്പാടുമുള്ള സകല മക്കളും, ജോലിക്ക് വേണ്ടി എന്നെ നാട്ടിപ്പോയവരൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചേരുന്നവരൊക്കെ ഉണ്ട്. അവരെല്ലാം സമർപ്പിച്ച് ഒരു നിമിഷം ഒന്ന് ഈ മക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, ജീസസ് യൂത്തിലെ എല്ലാ മക്കളെയും സമർപ്പിക്കുക. കൂടുതൽ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ അവർ വഴിയായിട്ട് മറ്റു യുവജനങ്ങളെല്ലാവരും ഈശോയിലേക്ക് ആകർഷിക്കുക. പ്രത്യേകിച്ച് ദുശീലങ്ങളോ കടക്കുന്ന വർഷങ്ങളിലൊക്കെ കഴിയുന്ന മക്കൾ, തെറ്റായ ജീവിത രീതിയിൽ കഴിയുന്ന മക്കളിലേക്ക് യേശുവിനെ എത്തിക്കാൻ ഈ മക്കളെ ഉപയോഗപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരിലെ കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.